4 മുറി, അടുക്കള, കക്കൂസ്, ലൈറ്റ്, പൈപ്പ്, ആശുപത്രി, ബസ് സ്റ്റോപ്പ്, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടൗൺ ആണോ? ടൗൺ. മുറ്റത്ത് കാർ വരുമോ? ശ്രമിച്ചാൽ അടുക്കളയിൽ വരും. അടുത്ത അമ്പലമുണ്ടോ? 2 കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാം തരം ദേവീക്ഷേത്രമുണ്ട്. ഓ, 2 കിലോമീറ്ററോ? ദാറ്റ് ഈസ് ടു മച്ച്. ഓ നോ നോ നോ, ആ വീട് ശരിയാവില്ല. അടുത്തൊരു അമ്പലമില്ലാത്ത വീടാണോ? കള്ളമേന്നെ. പിന്നെ എന്നിട്ട് അടുക്കളയിലുണ്ട് അമ്പലം. എത്ര നാളോടെ എന്നെ കുരങ്ങളിപ്പിക്കുന്നു പൊട്ടി. ഡോടോ, വീടിന്റെ ആധാരം തന്റെ പേരിലായിരിക്കും. പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇതെന്റെ വീടാ. എന്റെ കുടുംബത്തൊന്ന് വഴക്കുണ്ടാക്കിയാൽ തന്റെ എല്ല് കാണൂല. എന്ന് താൻ എന്നെ കൊല്ലടോ, കൊല്ല്. ഞാനത് ചെയ്യില്ല. പക്ഷെ ചെയ്യാൻ പറ്റിയൊരു എന്റെ കൂട്ടത്തിലുണ്ട്. നീലണ്ട എന്താ മാവ? കണ്ടോ, പുതിയ സർക്കസിലെ ഫയൽവാൻ, എന്റെ അനന്തരവൻ, സ്വന്തം അനന്തരവൻ. ഒരു മിനിറ്റ് തന്നെ നേരത്തെ. എന്താ പ്രശ്നം? പ്രശ്നം എന്റെ അമ്മാവൻ തന്നെയാ. 6 മാസം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുത്തതാ. കൊല്ലം 7 കഴിഞ്ഞു. വാടക കൂട്ടിത്തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. എനിക്ക് എന്റെ പെൻഷനില്ലാതെ വേറെ വരുമാനമില്ല. എന്റെ വീട് ഒഴിഞ്ഞു കിട്ടും. ഒഴിഞ്ഞു തരാൻ എനിക്ക് മനസ്സില്ല. താൻ കൊണ്ട് കേസ് കൊടുക്കും. ആ കേസ് കൊടുക്കാൻ തന്നെയാ പോണത്. ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്ക് ലെറ്റ് സീ. പോടോ. പാമ്പ് കടിക്കുള്ളൂ. അവന്റെ തലയിൽ ഇടുത്തി വീഴും. മനസാക്ഷി ഇല്ലാത്തവൻ. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. അല്ല, ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ കഴിച്ചൂടെ? അത് താനാണോ നിശ്ചയിക്കുന്നത്? അതല്ല, സാറിന് വീട് കഴിഞ്ഞിട്ടാ പോരെ. പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇവനല്ല അവന്റെ തണ്ടനിറക്കി തരാം. അതെന്ത് വഴി? അതൊരു വളഞ്ഞ വഴിയാ. കുറച്ച് കാശിയിൽ പോവും. പറ്റുമോ? കാശില് വയ്യ. എന്നാ 10 മൊയ്തീനെ കൊടുത്താ